ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സൂര്യദേവ് ഫ്രം സൂര്യ വ്ളോഗ്സ്. നമുക്ക് ഇന്ന് നമ്മുടെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കൊക്കോയുടെ ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മൾ ഇന്നത്തെ കണ്ടന്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെയുള്ള ചില പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ഈ കൊക്കോ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ കൊക്കോയുടെ പ്രോസസ്സിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ കൊക്കോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ? അപ്പൊ നമുക്കിനി ഈ ഒരു കൊക്കോ മരം മാത്രമല്ല, ഇവിടെ ചുറ്റും നമുക്ക് ഇഷ്ടം പോലെ കൊക്കോ മരങ്ങൾ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ നമ്മുടെ ഈ പറമ്പ് മൊത്തം ഒരു കൊക്കോയുടെ ട്രീ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എല്ലാ ട്രീയിൽ നിന്ന് നമുക്ക് കൊക്കോ കളക്ട് ചെയ്യാം ഗൈസ്. അപ്പൊ നമ്മളിത് കൊക്കോ നമുക്ക് കളക്ട് കിട്ടിയിട്ടുണ്ട്. നമ്മള് കണ്ടോ, കുറെ നമുക്ക് കൊക്കോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊക്കോ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നാലാണ് അതിൻ്റെ ഉള്ള കൊക്കോയുടെ നമുക്ക് ആ സീഡും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കട്ട് ചെയ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ ആണ്. നമുക്കിത് കണ്ടോ, ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊരു കൊക്കോക്കായ നമുക്ക് സാറിന് കട്ട് ചെയ്യുന്ന പോലെ അതെ കട്ട് ചെയ്യുക. കണ്ടില്ലേ, നമുക്ക് രണ്ടായിട്ട് ഇതിങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ തോടിനും വേറൊരു ഉപകാരമുണ്ട്. ഇത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ നമുക്കിത് വിറകടുപ്പുള്ളവർക്കൊക്കെയാണ് വിറകടുപ്പ് നമുക്ക് അടുപ്പ് എത്തിക്കാനൊക്കെ നല്ല ഉപകാരമാണ്. അല്ലെങ്കിൽ ഇത് ചുമ്മാ നമുക്ക് തെങ്ങിന്റെ ചോട്ടി കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാലും അതൊരു വളവും കൂടെ ആവും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കണ്ടോ, ഇതിന്റെ ഉള്ളിൽ ഈ ഒരു സീഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ സീഡ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം വേണം കേട്ടോ. അപ്പൊ എന്നാലാണ് അതിനകത്ത് നമുക്ക് ഈ സീഡിന്റെ കുറച്ച് ഇങ്ങനെ ഒരു ജെല്ലി പോലെ ഉണ്ട്. അപ്പൊ അതൊക്കെ പോണെങ്കിൽ വെള്ളം വേണം. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് തിന്ന് കാണിച്ചു തരണം. ഇപ്പൊ കുഴപ്പമുണ്ടാവും, ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് സാധനത്തിന്. കൊള്ളാം. നമുക്ക് ഇനി ഇത് അകത്തേക്ക് ഇടാം. നമ്മളിങ്ങനെ ഇടുമ്പോ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് വേണം ഇടാൻ. ഇറങ്ങിക്കാരി കണ്ടോ, അടുത്തതിനും ദേ രണ്ട് പീസാണ്. നമുക്ക് ഈ തേങ്ങ രണ്ടായിട്ട് പൊട്ടിക്കുമ്പോൾ നമുക്ക് രണ്ട് ഭാഗമായിട്ട് കിട്ടൂല. അതുപോലെ തന്നെ കണ്ടോ, ഇനി ഇടുക. അടുത്ത കൊക്കോക്കായും കൂടെ ഇതുപോലെ ഇടുക. കണ്ടോ. പിന്നെ വേറൊരു കാര്യം, ഇപ്പോഴത്തെ തലമുറയിലുള്ള പിള്ളേർക്ക് ഒരു പണിയില്ലാത്തതുകൊണ്ടാണ്, കാരണം അവർ ഫുൾ ടൈം ഫോണിലായതുകൊണ്ടാണ് ഇങ്ങനത്തെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. ഒരാളെ കൊന്നു, മറ്റൊരാളെ എന്തെന്നാ മയക്കുമരുന്നിന്റെ ഉപയോഗം, അതൊക്കെ ഓരോ നമ്മളിപ്പോ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എൻഗേജ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഒരു പിള്ളേർ ബിസി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. അവർക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് പണികളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് റിലീഫ് കിട്ടും. അവർ ഈ ഫുൾ ടൈം വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് അവർക്ക് ഒരു മെന്റൽ സ്ട്രെസ് കാരണമാണ് പകുതി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാണ്ട് ടൂക്കിയൊക്കെ ഇട്ട് കുഴപ്പമുണ്ടെന്നൊന്നുമല്ല. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു പണി കൊടുത്തു കഴിഞ്ഞാല് വളരെ നല്ലതാണ്. അപ്പൊ നമുക്കിനി ബാക്കി കൊക്കോ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ കൊക്കോളെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഈ കൊക്കോ നമുക്ക് ഫുള്ള് കട്ട് ചെയ്തിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തോണ്ട് ഇത് കണ്ടോ, ആ കട്ട് ചെയ്ത കൊക്കോയുടെ തോടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് രണ്ട് ബക്കറ്റിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മളിത് കട്ട് ചെയ്ത് കണ്ടോ, ഈ കൊക്കോ നമ്മൾ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിനകത്തേക്ക് നമ്മൾ ഇട്ട് വെച്ചോണ്ട് ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇതിനകത്തൊരു ഈ കൊക്കോ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഒരു ജെല്ലി പോലത്തെ ഒരു സാധനം, ഒരു വഴുവഴുപ്പ് പോലെ ഉണ്ടാവും. അപ്പൊ നമുക്കിത് കളഞ്ഞിട്ട് വേണം നമുക്ക് ഇത് വെയിലത്ത് ഉണക്കിയിടാൻ. അപ്പൊ കളയാൻ വളരെ സിമ്പിളാണ്. നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിന്റെ മുമ്പിൽ കാണിക്കുക. അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉരയ്ക്കുക. നമ്മൾ കാരണം കൂർക്കയൊക്കെ തൊലി കളയണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുക. കണ്ടോ ഇപ്പൊ ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ആ ഒരു മെഴുമെഴുക്ക് ഇങ്ങനെ ഒന്ന് നിൽക്കും. അപ്പൊ നമുക്കിനി ഇത് വെള്ളം വാർന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഇത് അതായത് നമുക്ക് നോക്കേണ്ടത്. വെള്ളം വാരാനായിട്ട് ഇങ്ങനെ 2 ദിവസത്തെ ഇത് വെക്കണം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി ഇത് നമുക്ക് ഈ ബാക്കിയും കൂടെ ഇതെല്ലാം ചെയ്യാനുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ട് ഉണക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആ ജെല്ലി കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കിയ കൊക്കോ ഉണങ്ങി കഴിയുമ്പോൾ അത് ഇതുപോലെ ഇരിക്കും. കണ്ടോ,
ഇനി ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ പോകുന്നത്. ഒരു 2-3 ദിവസം നമുക്കിത് വെയിലത്തിട്ട് ഉണക്കണം. അപ്പൊ നമുക്ക് ഉണക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത്ര ഉള്ള വീഡിയോ. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കൂടുതൽ വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം വരാം.